ഓണപരീക്ഷയ്ക്ക് ഇപ്പോൾ തന്നെ പഠിക്കണോ എന്നുള്ളൊരു തമ്പ് കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക. പഠിക്കണമെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആൻസർ പഠിക്കണം. അതിൽ നോ കോംപ്രമൈസ്. എന്തുകൊണ്ട് പഠിക്കണം? അതൊരു ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് പഠിക്കണം എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഓണം എക്സാമിന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 13 ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ജൂലൈ 10, 11, 12 ഒക്കെ കഴിഞ്ഞ്, അതായത് ഇനി കൃത്യം നിങ്ങൾക്ക് എത്ര മാസമുള്ളത്? ഒരു മന്ത്. കൃത്യം ഒരു മന്താണുള്ളത്. കൃത്യം ഒരു മന്ത്. അതിലിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലേറ്റ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ദിവസത്തിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിലവിൽ ഒരു മാസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ പഠിക്കണോ എന്നുള്ള ചോദ്യത്തിനെ പ്രസക്തിയില്ല. പഠിക്കണം. പഠിക്കണം എന്ന് പറഞ്ഞാൽ പഠിക്കണം. അതിൽ നോ കോംപ്രമൈസ് സുഹൃത്തുക്കളെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതെന്താ സാർ 60? അതായത് നമുക്ക് ഏകദേശം ഓണം എക്സാമിന് ടോട്ടൽ നമ്മുടെ എല്ലാ സബ്ജക്റ്റും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 60+ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. 60+ ചാപ്റ്റേഴ്സ്. നിങ്ങളൊന്ന് തള്ളി വെറുതെ പറയാ അല്ല, വെറുതെ പറയല്ല. മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സോഷ്യലും പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജും മലയാളം, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൂടി കൂട്ടിക്കുഴച്ച് നോക്കിയാൽ ഹിന്ദി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ പിന്നെ ഇംഗ്ലീഷ്, മൈ ഗോഡ് വിട്ടുപോയി. ഇതൊക്കെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 60+ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്ര ദിവസമാണ് ഉള്ളത്? 30 ദിവസമേ ഉള്ളൂ. ഒരു മാസമേ ഉള്ളൂ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, ഓണം എക്സാമിന് ഒരു മാസമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് 60+ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഒരു ടെൻഷനായില്ലേ? ഇതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് സമയമില്ല, നമ്മളിപ്പോൾ തുടങ്ങണം. അല്ലാതെ നമ്മൾ ഇനി ഇങ്ങനെ വെറുതെ ലാഗ് അടിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോൾ സാർ 60+ ചാപ്റ്റേഴ്സ് ഇല്ലേ, ഇനി 30 ദിവസമല്ലേ ഉള്ളൂ, അപ്പോൾ ഒരു ദിവസം 2 ചാപ്റ്ററൊക്കെ പഠിക്കണ്ടേ? അത് ബുദ്ധിമുട്ടല്ലേ? അത് പ്രശ്നം? അങ്ങനെയൊന്നുമില്ല, സിമ്പിളാണ്. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതേ ഉള്ളൂ. എടാ, അതിനൊന്നും ടെൻഷൻ അടിക്കണ്ട. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷിലുള്ള ചില ചാപ്റ്റേഴ്സോ അല്ലെങ്കിൽ ഹിന്ദിയിലുള്ള ചില പദ്യമൊക്കെ വളരെ സിമ്പിൾ പദ്യമായിരിക്കും. അതൊക്കെ മേ ബി നിങ്ങൾക്ക് പെട്ടെന്ന് 1 മണിക്കൂർ ഇരുന്നാൽ പഠിക്കാൻ പറ്റും. അതേസമയം നിങ്ങൾ ബാക്കി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബയോളജിയുള്ള ഒരു ചാപ്റ്ററൊക്കെ നമ്മളൊരു ലൈവ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അത് സെറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ ചിലപ്പോൾ 2 or 3 ചാപ്റ്റേഴ്സൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. പക്ഷെ നിങ്ങൾ പഠിക്കണം, ഇരുന്ന് പഠിക്കണം. അല്ലാതെ വെറുതെ ഒരു മാസം ഉണ്ടല്ലേ, അങ്ങനെയെങ്കിൽ സാറ് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം 3-4 ചാപ്റ്ററൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും, അങ്ങനെയെങ്കിൽ ഒരു 10 ദിവസം പഠിച്ചാൽ മതി എന്നൊന്നും വിചാരിക്കരുത്. നമ്മൾ കൃത്യമായിട്ട് പ്രോപ്പർ പ്ലാനിങ്ങിൽ എന്ത് ചെയ്യണം? ഇന്ന് മുതലേ പോകണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? കറക്റ്റ് കണ്ണിങ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഓണപരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. 60+ ചാപ്റ്റേഴ്സ് നമുക്ക് ഇനി പഠിക്കാനുണ്ട്. പക്ഷെ നമ്മളെ മുന്നിൽ ഒരു മാസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടി തന്നെ പോകണം. ഒരു കൃത്യമായുള്ള ഒരു ഗൈഡ് ലൈൻസ് കീപ്പ് ചെയ്തിട്ട് പോകണം. ഒരു കറക്റ്റ് പ്രോപ്പർ രീതിയിൽ തന്നെ പോകണം. അല്ലെങ്കിൽ പണി പാളാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സൈലത്തിൽ നമ്മുടെ യോദ്ധ ബാച്ച് ഉണ്ട്. 8ാം ക്ലാസ്സുകാരുടെ പ്രിയപ്പെട്ട ബാച്ചായിട്ടുള്ള യോദ്ധ ബാച്ചിൽ നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മളെ 2 ചാപ്റ്റേഴ്സും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓണപരീക്ഷയ്ക്കുള്ളത്. ഇനി ഇത് നമ്മൾ റിവിഷൻ തുടങ്ങും. ഇതിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ടെക്സ്റ്റ് സീരീസ് ഒക്കെ നടത്തും. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിന് യൂണിറ്റ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്റർ ഇപ്പോൾ വൈകാതെ യൂണിറ്റ് ടെസ്റ്റ് ഇപ്പോൾ നടത്തും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ തൽക്കാലം ഇതിൽ ജോയിൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. എന്തായാലും നഷ്ടം വരാൻ ചാൻസ് ഇല്ല. പിന്നെ മാത്രമല്ല, നിങ്ങളായതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയാണ്, നിലവിൽ മൺസൂൺ ഓഫർ ഉണ്ട്. മഴ ഓക്കെ, 10% മൺസൂൺ ഓഫർ ഉണ്ട്. അത് നമ്മൾ സൈലത്തിൻ്റെ ഏത് ബാച്ച് പർച്ചേസ് ചെയ്യണമെങ്കിലും 10% ഓഫർ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ പൈസയും കൂടി ലാഭിക്കാം. അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക? നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിലേക്ക് വെക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. എന്നിട്ട് സൂപ്പറായിട്ട് സുന്ദരമായിട്ട് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ബയോളജിയുടെ കേസാണ്. ബയോളജിയുടെ കേസിൽ ഓണപരീക്ഷയ്ക്ക് 2 ചാപ്റ്ററാണ് ഉള്ളത് കേട്ടോ. ഓക്കെ, കൂടുതലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ബയോളജി ബേസിക് സയൻസിൻ്റെ പാർട്ടായിരിക്കും. ബേസിക് സയൻസിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ഉണ്ട്, നിങ്ങൾക്കറിയാലോ. അതിൽ ബയോളജിക്ക് ടോട്ടൽ 2 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മളെ കൃഷിയുമായി ബന്ധപ്പെട്ട ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ്പ് ഗുഡ്നെസ്, നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം എന്ന് പറയുന്ന കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കുഞ്ഞു ചാപ്റ്റർ. അത്യാവശ്യം പഠിക്കാനുണ്ടെങ്കിലും രസമാണ്. നല്ല രസമായിട്ട് നമുക്ക് ഇങ്ങനെ പഠിക്കാം. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങളാണ്. അല്ലാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അപ്പുറത്തെ തലങ്ങളിലുള്ള സാധനങ്ങളൊന്നുമല്ല. കൃഷി, വളങ്ങൾ, പിന്നെ അതേപോലെ തന്നെ നനച്ചു കൊടുക്കുക, ജലസേചനം, ഇറിഗേഷൻ മെത്തേഡ്, പിന്നെ പെസ്റ്റ്, കീടങ്ങൾ, അങ്ങനെയുള്ള കുറേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അതിൻ്റെ ലൈവും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോക്കി അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? സുന്ദരമായിട്ട് തന്നെ പഠിക്കാം. 2ാമത്തെ ചാപ്റ്റർ അത് നിങ്ങൾക്കൊരു പുതിയ ടോപ്പിക്കാണ്. ഒറിജിൻ ഓഫ് ലൈഫ്, ഒറിജിൻ ഓഫ് ലിവിങ് തിങ്സ്, ജീവൻ്റെ ഉത്ഭവം, ജീവികളുടെ ഉത്ഭവം. അതൊരു പുതിയൊരു വെറൈറ്റി ടോപ്പിക്കാണ്. നിങ്ങൾക്ക് പ്രിട്ടി മിസ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തതാണ്. അതിൻ്റെ വീഡിയോസും നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക? സുന്ദരമായിട്ട് പഠിക്കുക. അപ്പോൾ ബയോളജിയുടെ കേസിൽ ഈ 2 ചാപ്റ്ററേ ഉള്ളൂ. ഈ 2 ചാപ്റ്റർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ A+ നിങ്ങളുടെ കയ്യിലായിരിക്കും. 20ൽ 20 മാർക്ക് നിങ്ങളുടെ കയ്യിലായിരിക്കും. നോ ടെൻഷൻ. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് മെസ്സേജൊക്കെ അയച്ച് ചോദിക്കാവുന്നതാണ്. നോ പ്രശ്നം. അപ്പോൾ എനിവേ, സൂപ്പറായിട്ട് സുന്ദരമായിട്ട് പഠിക്കണം. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് ഇപ്പോൾ തന്നെ പഠിക്കണോ? കമൻറ്റ് ചെയ്യൂ. പഠിക്കണം എന്നാണോ പഠിക്കണ്ട എന്നാണോ? ഓക്കെ, യെസ്, സീ യു സൂൺ. വീണ്ടും കാണാം.